ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ഉള്ളിപ്പൂ ഇട്ടിട്ടുണ്ട്. അത് അങ്ങനെ സ്വാദിഷ്ടമായിട്ടൊരു തോരൻ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഓരോരുത്തരും ഓരോ റെസിപ്പീസാണ് ചേർക്കുന്നത്. ഞാനിന്ന് എൻ്റേതായിട്ടുള്ള ചെറിയ റെസിപ്പിയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഉള്ളിപ്പൂ അരിയുമ്പോൾ ഇങ്ങനെ ഒരു റബ്ബർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരിയാൻ എളുപ്പമാണ്. നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ച് ചെയ്യാൻ നിൽക്കേണ്ട, നമുക്കിങ്ങനെ റബ്ബർ മാറ്റി കൊടുത്താൽ മതി. ഇതരിഞ്ഞെടുക്കാം, പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ റബ്ബർ ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. ലാസ്റ്റ് വരെ അങ്ങനെ അരിയുന്നതിന് എളുപ്പമുണ്ട്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ്. ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പൂവൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഈ പൂവ് കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് ലാസ്റ്റ് വരുമ്പോൾ എടുത്ത് കളഞ്ഞാൽ മതി. ഇനി കണ്ടില്ല, റബ്ബറിട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. കണ്ടില്ല, 1 മിനിറ്റ് പോലും ഞാൻ എടുത്തില്ല അരിയുന്നതിന്. കൈയൊന്ന് മാറ്റി പിടിക്കുകയൊക്കെ ചെയ്യാനും എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് പുറന്നോട്ട് പോകും തോറും റബ്ബർ പുറന്നോട്ട് തന്നെ മാറ്റി കൊണ്ടുപോകാം. പൂവെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഇവിടെ മല്ലിയില എടുത്തിട്ടുണ്ട്. കരിവേപ്പിലയ്ക്ക് വരെ ഞാൻ മല്ലിയിലയാണ് ഇടുന്നത്. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി നമ്മൾ എല്ലാത്തിനും ചേർക്കണം. വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പച്ചമുളക് ചേർക്കുന്നുണ്ട്, നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കടുകെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അരപ്പിനോടൊപ്പം തന്നെ നമ്മൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വെക്കുന്നത്. ഇത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരാവി എടുത്തു, നമുക്ക് അടപ്പ് മാറ്റാം. ഇനി നമുക്ക് അരപ്പൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അരപ്പെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിച്ചെടുപ്പിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉള്ളിപ്പൂവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല വൃത്തിയായിട്ട് വെന്ത് ഒരു മണമൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരൊറ്റ കൂട്ടാൻ മതി ചോറ് കഴിക്കാൻ. ഒരുപാട് കൂട്ടാനൊന്നും വേണ്ട. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ.